ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശാലോം TV-യിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആന്തരിക സൗഖ്യവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്മയിലും വിശുദ്ധിയിലും വളരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും: ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്. എങ്കിലിത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. ഓ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനനായ എന്നെ ആരാണ് ഇതിൽ നിന്ന് മോചിപ്പിക്കുക? കർത്താവായ ക്രിസ്തു എന്ന് അപ്പോസ്തലൻ അതിന് മറുപടി പറയുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും നമ്മൾ ചെയ്തു പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്ന ഒരച്ഛനോട് ഇങ്ങനെ പറഞ്ഞു: അച്ഛാ, എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ അച്ഛാ. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഷാപ്പുണ്ട്. ആ ഷാപ്പിൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ വലത് കാല് അറിയാതെ ആ ഷാപ്പിലോട്ട് കയറിപ്പോവുക. എത്ര ശ്രമിച്ചിട്ടും ഈ കാല് പിൻവലിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ കാലാണല്ലോ പ്രശ്നം, അതിലെ നടക്കുന്നതാണല്ലോ കുഴപ്പം. അതുകൊണ്ട് നീ ഒരു സൈക്കിൾ മേടിക്കുക, എന്നിട്ട് സൈക്കിളിൽ അതിലെ ചവിട്ടിപ്പോവുക. ഇപ്പോൾ കാല് നിലത്ത് ചവിട്ടുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ അയാളൊരു സൈക്കിൾ മേടിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ വീണ്ടും തിരിച്ചു വന്നു. അച്ഛനോട് പറഞ്ഞു: അച്ഛാ, ഒരു രക്ഷയില്ല അച്ഛാ, നേരത്തെ കാലിനായിരുന്നു കുഴപ്പം, ഇപ്പോഴാ ഷാപ്പിൻ്റെ മുമ്പിൽ വരുമ്പോൾ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീല് നേരെ ആ ഷാപ്പിലോട്ട് കയറിപ്പോവുക. അച്ഛൻ പറഞ്ഞു: നിൻ്റെ കാലിനും അല്ല കുഴപ്പം, നിൻ്റെ സൈക്കിളിനും അല്ല കുഴപ്പം നിനക്ക് തന്നെയാണ്. നന്മ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ മദ്യപാനികളാണെങ്കിൽ ഭാര്യയോടും മക്കളോടും പറയാം: നീയാണേ സത്യം, പിള്ളേരാണേ സത്യം, ഞാനിനി കുടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ചിലർ എല്ലാ ഡിസംബർ 31-ാം തീയതിയും അവർ തീരുമാനമെടുക്കുകയാണ്: നാളെ ജനുവരി 1 ഇന്ന് മുതൽ എൻ്റെ കുടി ഞാൻ അവസാനിപ്പിക്കുന്നു, ഇന്ന് മുതൽ എൻ്റെ ഈ പ്രവൃത്തി ഞാൻ വേണ്ടാന്ന് വെക്കുന്നു. ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമോ ഒക്കെ പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. വീണ്ടും അവർ അതേ പ്രവൃത്തി തന്നെ ചെയ്യുകയാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. അപ്പം തിന്മയിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേതാണ്? ഒന്നാമത്തേത് അപകർഷതയാണ്. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന മനസ്സിൻ്റെ ഒരു വികാരമാണ് അപകർഷത. എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എനിക്കൊരു കഴിവുമില്ല, ഞാൻ കറുത്തായിരിക്കുന്നത്, ഞാൻ വെളുത്തായിരിക്കുന്നത്, ഞാൻ നൂല് പോലെയായിരിക്കുന്നത്, ഞാൻ വണ്ണമുള്ളയാളാണ്, ഞാൻ ദരിദ്രനായിട്ടാണ് ജനിച്ചത്, ഞാൻ സമ്പന്നനായിട്ടാണ് ജനിച്ചത്. അങ്ങനെ അപകർഷതയുള്ള ആളുകളുണ്ട്. ഈ അപകർഷതയുള്ള വ്യക്തികൾക്ക് ഈ അപകർഷത നന്മയിൽ വളരാൻ അവർക്കൊരു തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ അപകർഷത തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. യാക്കോബിൻ്റെ കിണറിൻ്റെ അരിയിൽ ഈശോ വന്നിരിക്കുകയാണ്. നട്ടുച്ചയ്ക്ക് വെള്ളം കോരാനായിട്ട് വരുന്ന സഹോദരി, സമറിയാക്കാരി സ്ത്രീ, ആരും അറിയാതെ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വേണ്ടി വരികയാണ്. അവൾക്ക് തന്നെ അറിയാം അവൾക്ക് ചില കുറവുകളുണ്ടെന്ന്. 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചവളാണ്. 6ാമത് കല്യാണം കഴിക്കാതെ ഒരാളുടെ കൂടെ ജീവിക്കുകയാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വരാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും അവിടെ തണുപ്പുള്ള സമയമാണ്. നട്ടുച്ചയ്ക്ക് വളരെ ശക്തമായ വെയിലാണ്. എന്നാൽ ഈ വെയിലത്താണ് അവൾ വെള്ളം കോരാൻ വേണ്ടി വരുന്നത്. അവളിലേക്ക് മാത്രം ചുരുങ്ങി നിൽക്കുന്ന ജീവിതമാണ്.
അവളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും അവളോട് സംസാരിക്കുന്നില്ല, അവൾക്കും ആരോട് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവളോട് ഈശോ സംസാരിക്കുകയാണ്. കുടിക്കാൻ ഇത്തിരി വെള്ളം തരിക. നിന്നെ കണ്ടിട്ട് ഒരു യഹൂദനാണെന്ന് തോന്നുന്നല്ലോ. യഹൂദരും സമറിയാക്കാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അവളുടെ ഒരു അപകർഷതയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങ് യഹൂദൻ, അങ്ങ് ഉയർന്ന ജാതിയിൽപ്പെട്ടവനാണ്. ഞാൻ സമറായക്കാരിയാണ്, ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവളാണ്. അങ്ങ് എന്നോട് വെള്ളം ചോദിക്കുകയോ ഞാൻ അങ്ങേക്ക് വെള്ളം തരികയോ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് അവളുടെ കാഴ്ചപ്പാട്. ഇതുപോലൊരു സംഭവം ബൈബിളിൽ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭൃത്യൻ രോഗം പിടിപെട്ട് വീട്ടിൽ കഴിയുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വന്ന് സുഖപ്പെടുത്താം. പെട്ടെന്ന് എന്തോ കേട്ടിട്ട് ഞെട്ടിയിട്ടെന്നതുപോലെ ആ ശതാധിപൻ പറയുക, വേണ്ട കർത്താവേ, വേണ്ട, അങ്ങൻ്റെ വീട്ടിലേക്ക് വരണ്ട. അങ്ങൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. യേശു യഹൂദ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. യഹൂദനായ യേശു, ശതാധിപൻ വിജാതീയനാണ്. ആ വിജാതീയൻ്റെ വീട്ടിൽ ചെന്നു എന്നറിഞ്ഞാൽ പ്രശ്നമാണ്. മാത്രമല്ല, വിജാതിയരുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, യഹൂദന്മാർക്ക് തങ്ങളുടെ വീട്ടിൽ വരാൻ അതിനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഈ വിജാതീയർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇത് അവരുടെ ഒരു കോംപ്ലക്സാണ്. ഒരു വ്യക്തി ആണായി ജനിക്കണോ, പെണ്ണായി ജനിക്കണോ, കറുത്തതായി ജനിക്കണോ, ദരിദ്രനായി ജനിക്കണോ, സമ്പന്നനായി ജനിക്കണോ, എവിടെ ജനിക്കണം, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ദൈവമാണ്. അത് ദൈവിക സംവിധാനമാണ്. അതുകൊണ്ട് ഈ സമറിയാക്കാരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളിലൊരു കോംപ്ലക്സ് ഉണ്ട്. ഈ ശതാധിപന് ഒരു കോംപ്ലക്സ് ഉണ്ട്. ഈ അപകർഷതയിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. അപകർഷത നന്മ ചെയ്യാനായിട്ട് തടസ്സമാണ്. ഈശോ ഈ സമറിയാക്കാരിയോട് സംസാരിച്ചത് അവളുടെ മനസ്സങ്ങ് സുഖപ്പെട്ടു. മനസ്സ് സുഖപ്പെട്ടപ്പോൾ അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. അവളിപ്പോൾ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. യേശുവിനെ പ്രഘോഷിക്കുകയും യേശുവിൻ്റെ നന്മകൾ വാഴ്ത്തി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. അതുവഴി അനേകർ യേശുവിനെ അറിയാൻ ഇടയായിത്തീരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, എത്രയോ വ്യക്തികളാണ് അങ്ങനെ സൗഖ്യം പ്രാപിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ധ്യാനമന്ദിരത്തിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരപ്പനും അമ്മയും അതിൻ്റെ മകളും കൂടെ വന്നിരിക്കുകയാണ്. വയറ്റിൽ ക്യാൻസർ ആയിരുന്നു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുകയല്ലെന്ന്. അവരന്നൊരു തീരുമാനമെടുത്തു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം, എൻ്റെ മകളെ സുഖപ്പെടുത്തണം. അങ്ങനെ സുഖപ്പെടുകയാണെങ്കിൽ ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ പോയി ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കാം, എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ സാക്ഷ്യം പറയിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. ഈ രോഗമാണെന്ന് മറ്റാരും അറിയരുതെന്നൊക്കെ ആദ്യകാലങ്ങളിൽ അവർ ചിന്തിച്ചുവെങ്കിലും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ വേളയിൽ ആകെപ്പാടെ തകർന്നു പോയവർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർ പ്രാർത്ഥിച്ച് പിന്നീട് പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അത് അത്ഭുതമായി. ആ സഹോദരി കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയാണ്, ഞാൻ ഷാലോൺ TV മണിക്കൂറുകൾ കാണും, ഗുഡ്നസ് TVയിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കും. രാവിലെ ഷാലോൺ TV തുറന്നാൽ അനേകം വ്യക്തികളുടെ പ്രസംഗം ഞാനതിലൂടെ കേൾക്കുകയാണ്. അങ്ങനെ ദൈവവചനം കേട്ട് പിന്നീട് പോയി ടെസ്റ്റ് നടത്തിയപ്പോൾ ആ സഹോദരിക്ക് ക്യാൻസറേ ഇല്ല, പൂർണ്ണ സൗഖ്യം കർത്താവ് നൽകിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഷാലോം TVയിലൂടെ വന്ന ഒരു വചനപ്രസംഗം കേട്ടതുവഴിയായി ഒരു ക്യാൻസർ രോഗി സുഖപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അതും എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരി. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ദൈവവചനം കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സൗഖ്യമുണ്ടാവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നന്മ ചെയ്യാൻ തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപകർഷത. മറ്റൊന്നുള്ളത് അമിതമായ ലജ്ജയാണ്. അമിതമായ ലജ്ജയുള്ള വ്യക്തിക്ക് നന്മ ചെയ്യാനായിട്ട് പറ്റുകയില്ല. മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിതെങ്ങനെ ചെയ്താൽ അവരെന്ത് കരുതും, ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടുന്ന ആളുകളാണ്. മൂന്നാമത്തേത് കുറ്റബോധമാണ്. പാപമല്ലാത്ത കാര്യം പോലും പാപമാണെന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്. ചിലർ ദാമ്പത്യ ധർമ്മം പോലും നിറവേറ്റാനായിട്ട് താല്പര്യമില്ല. അത് പാപമാണെന്നാണ് ചിലരുടെ ചിന്തയിരിക്കുന്നത്. ദൈവം അനുവദിച്ചിട്ടുള്ള ചില സന്തോഷങ്ങൾ പോലും വേണ്ടായെന്ന് വയ്ക്കാൻ തക്ക വിധത്തിൽ കുറ്റബോധം മനുഷ്യനെ വേട്ടയാടിയിരിക്കുകയാണ്. കുറ്റബോധമുള്ള വ്യക്തി പല പാപത്തിനും അടിമപ്പെടുന്നു. ചില പാപങ്ങൾ അവരെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു. കുറ്റബോധം അവരെ പാപം ആവർത്തിച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പം ചില അശ്ലീല പാപങ്ങളൊക്കെ ചില മനുഷ്യനെ സ്വാധീനിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറ്റബോധമാണ്. അതുകൊണ്ട് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിടുതൽ ഉറപ്പാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. നമ്മുടെ ഇന്നലകളിലേക്ക് കടന്നു വന്ന് കർത്താവിന് നമ്മളെ സുഖപ്പെടുത്താനായിട്ട് പറ്റും. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടണ്ടേ. മറ്റൊന്ന് സംശയമാണ്. ജീവിത പങ്കാളിയെ സംശയം, മക്കളെ സംശയം, കൂടെ ജോലി ചെയ്യുന്നവരെ സംശയം. സംശയത്തിന് പല കാരണങ്ങളുണ്ട്. ഞരമ്പ് സംബന്ധമായ രോഗം കൊണ്ട് സംശയമുണ്ടാകാം, മാനസികമായ രോഗം മൂലം സംശയമുണ്ടാകാം, ക്ഷമിക്കാത്തത് കൊണ്ട് സംശയമുണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ ആന്തരിക സൗഖ്യം കിട്ടേണ്ട ഒരു മേഖലയാണ്. സംശയമുള്ള വ്യക്തിക്ക് ആന്തരിക സൗഖ്യം കിട്ടിയേ തീരൂ. ചില ദമ്പതികൾ പോലും വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് സംശയമുള്ളത് കൊണ്ടാണ്. ഇന്നാളൊരു സഹോദരി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് എന്നെ സംശയമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, നിങ്ങളെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് ഭർത്താവാണ്. ഭർത്താവിന് ജോലി സ്ഥലത്തൊന്നും പോയി ഇരിക്കാൻ പറ്റിയല്ല. എൻ്റെ ഭാര്യ ആരെങ്കിലും കൊണ്ടുപോകുമോ, എൻ്റെ ഭാര്യ ഇപ്പോൾ എന്ത് ചെയ്യുകയാണോ, അവളെനിക്ക് നഷ്ടപ്പെടുമോ, ഇങ്ങനെ ചിന്തിച്ച് വറചട്ടിയിൽ മീൻ കിടന്ന് വറക്കപ്പെടുന്നത് പോലെ മനസ്സ് തകർന്നുകൊണ്ടിരിക്കുകയാണ് സംശയരോഗിയുടെ മനസ്സ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സംശയരോഗിയായിരിക്കുന്ന വ്യക്തിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അപ്പുറം അതൊരു രോഗമാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചാൽ ദൈവം അനുഗ്രഹം വർഷിക്കുന്നത് കാണാനായിട്ട് പറ്റും. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തിന്മയിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിലൊന്ന് ദുർമോഹമുണ്ടാക്കുന്ന ചിന്തകളാണ്. ദുർമോഹമുണ്ടാക്കുന്ന ചിന്തകൾ. പ്രഭാഷകൻ്റെ പുസ്തകം 37:16. പ്രഭാഷകൻ്റെ പുസ്തകം 37:16. ചിലർ ദുശ്ചിന്തകൾ കൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന ആളുകളാണ്. എപ്പോഴും ദുശ്ചിന്തയാണ് തലയ്ക്കകത്ത് കിടക്കുന്നത്. ഒരു നല്ല ചിന്ത പോലും മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. എവിടെ നോക്കിയാലും തിന്മയുടെ വശങ്ങൾ മാത്രമേ കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഒരാളിലും നന്മ കാണാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഈ ദുശ്ചിന്ത മനസ്സിൽ തളം കെട്ടി കിടക്കാനായിട്ടും മറ്റുള്ളവരിൽ നന്മ കാണാൻ പറ്റാത്തതിൻ്റെയും ഒരു കാരണം, അവരേറെ സ്നേഹിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു തിന്മ കണ്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു തിന്മ ആ വ്യക്തിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും. എല്ലാ മനുഷ്യരെയും നമ്മൾ ഒരുപോലെ വിധിക്കാൻ തുടങ്ങും. എല്ലാവരും ഇങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആരെയും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അങ്ങനെ ഒരു ചിന്ത കൊണ്ട് ജീവിതം തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിദ്വേഷമാണ്. കഠിനമായ വിദ്വേഷം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:15. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിദ്വേഷത്തിൻ്റെ വേര് നമ്മുടെ ഉള്ളിൽ കിടക്കുക.
കഴിഞ്ഞ നാളിൽ കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ ഒരു സഹോദരൻ പറയുകയായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം 6 മണി വരെ, രാവിലെ 8 മണിക്ക് ഇരുന്നിട്ട് വൈകുന്നേരം 6 മണി വരെയും കൗൺസിലിംഗ് നടത്തി ഒരു വ്യക്തി ചെറുപ്പം മുതൽ വന്നിട്ടുള്ള പാപത്തിൻ്റെ വേരുകൾ വെളിപ്പെടുത്തി കൊടുത്ത് അത് പറിച്ചെടുക്കുന്ന പരിപാടിയായിരുന്നുവെന്ന്. ഒന്ന് ഓർത്ത് നോക്കൂ പ്രിയരെ. ഒരു കൗൺസിലർ രാവിലെ 8 മണിക്കിരുന്ന് വൈകുന്നേരം 6-7 മണി വരെ ഒറ്റ ഇരിപ്പിരിക്കുകയാണ്. വെള്ളം പോലും കുടിക്കാതെ, ആഹാരം പോലും കഴിക്കാതെ ഒരു വ്യക്തിയെ നേടിയെടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിദ്വേഷം ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും കൃപയിലോ വിശുദ്ധിയിലോ അഭിഷേകത്തിലോ വളരാനായിട്ട് പറ്റുകയില്ല. എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത വെറുപ്പിൻ്റെ ചില മേഖലകൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇപ്പോൾ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരോട് ക്ഷമിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ അപ്പനും അമ്മയും തമ്മിലുള്ളൊരു പ്രശ്നം, അപ്പനും മക്കളും തമ്മിലുള്ളൊരു പ്രശ്നം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ക്ഷമിക്കുക. സഹോദരങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നം, അതൊക്കെ അങ്ങോട്ട് ക്ഷമിക്കാനായിട്ട് പറ്റും. പക്ഷേ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ രക്തബന്ധം ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ക്ഷമിക്കാനായിട്ട് പറ്റി എന്ന് വരികയില്ല. അവരുടെ ഉള്ളിൽ ആ ഭാരം അപ്പോഴും കിടപ്പുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് കാരണം കൊണ്ടാണെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പ് മാറിപ്പോകുന്നില്ലെങ്കിൽ ഈശോയെ അവിടുത്തെ തിരുരക്തം എൻ്റെ മേൽ ഒഴുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വെറുപ്പ് അങ്ങോട്ട് മാറിപ്പോകും. വെറുപ്പ് മാറിയാൽ സൗഖ്യം ഉറപ്പാണ്. ഞാൻ ഓർക്കുകയാണ്, ധ്യാനമന്ദിരത്തിൽ പ്രസംഗിക്കാനും കൗൺസിലിങ്ങിനും കടന്നു വരുന്ന ഒരു കന്യാസ്ത്രീ. ആ കന്യാസ്ത്രീക്ക് ക്യാൻസർ രോഗമായിരുന്നു. ആ സിസ്റ്റർ പറയുകയാണ്, എനിക്ക് ആരോടും അങ്ങനെ കഠിനമായ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒരു നേരിയ വെറുപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. ആ വെറുപ്പ് എന്നെ ക്യാൻസർ രോഗിയാക്കി മാറ്റി. ശരീരം അഴുകി തുടങ്ങിയപ്പോഴാണ് പോട്ട കൺവെൻഷന് ഞാൻ പങ്കെടുക്കുന്നത്. ആ കൺവെൻഷനിൽ നായിക്കമ്പറമ്പിലച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്യാൻസർ രോഗിയായിരിക്കുന്ന ഒരു കന്യാസ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. അത് ഞാനായിരുന്നു എന്ന് ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് വർഷങ്ങൾ 30ഓളമായിരിക്കുന്നു. ആ സിസ്റ്ററിന് രോഗമില്ല, പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. ആ സിസ്റ്റർ സാക്ഷ്യം പറയും, എൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന വെറുപ്പാണ് എന്നെ രോഗിയാക്കി മാറ്റിയത് എന്ന്. വേറൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ട് കടന്നു വന്ന് ഒരപ്പനും മോളും, മകൾക്കായിരുന്നു ക്യാൻസർ സുഖപ്പെട്ടു. 5 വർഷത്തേക്ക് ക്യാൻസർ ഇല്ല. 5ാമത്തെ വർഷമായപ്പോൾ എന്നെ ഫോൺ വിളിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററിൻ്റെ ഫോൺ നമ്പറാണ് വേണ്ടത്. ആ സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ ക്യാൻസർ രോഗികൾ സുഖപ്പെടുമെന്ന് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ സുഖപ്പെട്ട് പലരെയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചിരിക്കുകയാണ്, ആ അഡ്രസ്സും തരുമോ? ഞാൻ ചോദിച്ചു, എന്തിനാ? എൻ്റെ മകൾക്ക് ക്യാൻസർ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്, എന്നാൽ അവളോടൊരു ധ്യാനത്തിന് വരാൻ പറയുക. അത് ഞാൻ പറയുകയില്ല, ഞാൻ അവളുടെ നമ്പർ തരാം, ബ്രദർ ഒന്ന് വിളിച്ച് പറയുമോ? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അതെന്താ പറയാത്തത്? ഞാനും അവളുമായി മിണ്ടിയിട്ട് 5 വർഷമായിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വെറുപ്പ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ അവൾ രോഗിയായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഉള്ളിൽ വിദ്വേഷത്തിൻ്റെ വേര് കിടപ്പുണ്ടോ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. തമ്പുരാൻ്റെ വചനത്തിന് മുമ്പിൽ വന്നപ്പോൾ സൗഖ്യമുണ്ടാകുന്നു. വെറുപ്പ് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കിടപ്പുണ്ടെങ്കിൽ ക്രമേണ കുറേ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും. സാഹചര്യം ഉണ്ടാകും. വീടിൻ്റെയൊക്കെ മുകളിൽ, ടെറസിൻ്റെയൊക്കെ മുകളിൽ ഏതെങ്കിലും പക്ഷിയോ എന്തെങ്കിലുമൊക്കെ വിത്തോ മറ്റോ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അല്പം മഴ പെയ്താൽ, ഈർപ്പം വീണാൽ അവിടെ കിടന്ന് മുളയ്ക്കും. മുളച്ചതങ്ങോട്ട് വളർന്നാൽ അതിൻ്റെ വേര് താഴേക്ക് ആഴ്ന്നിറങ്ങി ആ ഭിത്തി വിണ്ട് കീറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വെള്ളം ചോർന്നൊലിക്കാനായിട്ട് തുടങ്ങും. ആ ഷെൽട്ടർ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വിദ്വേഷത്തിൻ്റെ വേര് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ അത് പരിപൂർണമായി എടുത്തു കളയണം. അത് പോകുന്നില്ല എങ്കിൽ അത് ആന്തരിക സൗഖ്യ പ്രാർത്ഥന വഴിയേ നമുക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ. അടുത്ത ദുശാഠ്യമാണ്. സൗഖ്യം കിട്ടേണ്ട വേറൊരു മേഖലയാണ് ദുശാഠ്യം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. നിസ്സാര കാര്യത്തിന് പിടിവാശി പിടിക്കുന്ന ആളുകളുണ്ട്. നിസ്സാര കാര്യത്തിന്. ഒരു ഭാര്യയും ഭർത്താവും ധ്യാനിക്കാനായിട്ട് വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം. എന്തിനാണ് ഈ ഡിവോഴ്സ്? എൻ്റെ ഭാര്യ എനിക്ക് കരിമീൻ പൊരിച്ച് തന്നില്ലെന്ന്. കരിമീൻ പൊരിച്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ വിവാഹമോചനമോ? അതെങ്ങനെ അങ്ങനെ വിവാഹമോചനം? അതെന്താ ഈ കരിമീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം, ഇദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ്, കോളേജ് പ്രൊഫസറാണ്, ഭാര്യ ഒരു സ്കൂൾ ടീച്ചറാണ്. ഇദ്ദേഹം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരമായപ്പോൾ പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറച്ച് കരിമീനുമായിട്ട് വന്നിരിക്കുകയാണ്. രാത്രി 11 മണിയായപ്പോൾ
ഭാര്യയോട് പറഞ്ഞു എനിക്കിതിപ്പോൾ പൊരിച്ചു തരണം. ഭാര്യ പറഞ്ഞത് ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ ഞാനിത് പൊരിച്ചു തരാം, എനിക്കത് ഇപ്പോൾ വേണം, ഇപ്പോൾ വേണം നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്. ആ ഭാര്യ പറഞ്ഞു അതിവിടെ ഇരിക്കട്ടെ, നാളെ ചെയ്തു തരാം. കേട്ടില്ല. അയാൾ പറയുക എനിക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ നീയുമായിട്ടുള്ള ബന്ധമില്ലെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭാര്യ എന്നോട് പറയുകയാണ് അന്ന് അയല കറി വെച്ചതുണ്ട്, 2 തോരൻ കറിയുണ്ട്, ഒരു ചാറ് കറിയുണ്ട്, ഇതൊക്കെ പോരെ ആ മനുഷ്യൻ ആഹാരം കഴിക്കാൻ? ഞാനൊന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിസ്സാര കാര്യത്തിന് പ്രശ്നമുണ്ടാക്കി 2 പേരും കൂടെ വന്നിരിക്കുകയാണ്. ധ്യാനത്തിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനുള്ള പിടിവാശി മൂലം നമ്മുടെ കുടുംബം തകരുകയാണല്ലോ എന്ന്. അവരത് വിട്ടു. അവർ 2 പേരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മാപ്പ് പറഞ്ഞ് തിരിച്ചു പോയ കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പം നിസ്സാര കാര്യത്തിനാണ് ചിലരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദുശാഠ്യമുള്ള ആളുകളുണ്ട്. മറ്റൊന്ന് പാപബോധമില്ലായ്മയാണ്. ചെയ്യുന്ന കാര്യം പാപമാണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. മനസ്സ് ശരിയല്ലെങ്കിൽ പാപബോധം ഉണ്ടാകുകയല്ല പ്രിയരെ. 36 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന വ്യക്തിയെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി ചാവും. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ അപ്പനോടും അമ്മയോടും പോയി സംസാരിക്കുക. നിനക്ക് ഇത്രയും പ്രായമായില്ലേ, എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവർ കഴിച്ച് തരികേല എന്നാണ് പറയുന്നതെങ്കിൽ അത് നിനക്കുള്ളതല്ലെന്ന്. നിനക്കുള്ളതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ അതിൻ്റെ പുറകെ നടക്കുന്നത്? നിൻ്റെ പേരിൽ വന്ന കത്താണെങ്കിൽ അത് നിനക്ക് കിട്ടും. അയൽവക്കംകാരൻ്റെ പേരിൽ വന്ന കത്ത് പൊട്ടിക്കാൻ വേണ്ടി നീ പോകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അത് വിട്. ഇനി അതല്ല, നേരെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഇടക്കാരനെ പറഞ്ഞു വിട്. ഇടക്കാരൻ പോയി സംസാരിക്കട്ടെ. എനിക്ക് ഇടക്കാരന്മാരുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ നേരിട്ട് പോയി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ അപ്പനോടും അമ്മയോടും നേരിട്ട് സംസാരിച്ചു. അവരല്ലെന്നേ തടസ്സം. പിന്നെ ആരാ തടസ്സം? തടസ്സം അവളുടെ കെട്ടിയവനാണ്. ഞാൻ എന്താ അവനോട് പറയേണ്ടത്? 32 വയസ്സ് പ്രായമുള്ള 2 പിള്ളേരുള്ള ഒരു സ്ത്രീയെ പ്രേമിച്ചിട്ട് എനിക്കവളെ കിട്ടിയില്ലെങ്കിൽ ചാകും എന്ന് പറയുമ്പോൾ 6ഉം 9ഉം പ്രമാണം ഈ കത്തോലിക്കനായ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തുനിന്ന് പുറത്തു പോയില്ലേ? മനസ്സ് പോയി പ്രിയരെ. മനസ്സ് തകർന്നു പോയിരിക്കുന്നു. പാപമാണെന്ന് മനസ്സിലാകുന്നില്ല. 36 വയസ്സ് പ്രായമുള്ള സഹോദരൻ 2 പിള്ളേരുള്ള ഒരു തള്ളയെ പ്രേമിച്ചിട്ട് ആ വ്യക്തിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സെവിടെയാണ്? പക്വതയില്ലാത്ത, ആരോഗ്യമില്ലാത്ത, അഭിഷേകമില്ലാത്ത, കൃപയില്ലാത്ത ഒരു മനസ്സല്ലേ അത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ മനസ്സ് സൗഖ്യമുള്ളതല്ല എങ്കിൽ പാപമേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. പുണ്യമേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ഒരത്ഭുത സൗഖ്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കണം. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. മറ്റൊന്നുള്ളത് മുൻകോപമാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, അത് ആന്തരിക സൗഖ്യം കിട്ടേണ്ട മേഖലയാണ്. അത് ദുശീലങ്ങളാണ്. ചിലരുടെ ഉള്ളിൽ പല പല ദുശീലങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, പൊടിവലി, പാൻപരാഗ്, മുറുക്ക്, ഹാൻസ്, മ്ലേച്ഛപാപങ്ങൾ, അശുദ്ധപാപങ്ങൾ, തെറ്റായ സ്നേഹബന്ധങ്ങൾ, ഇതിലെല്ലാം അടിമപ്പെട്ട് കിടക്കാൻ കാരണം മനസ്സ് സൗഖ്യമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സൗഖ്യമുള്ള, ആരോഗ്യമുള്ള ഒരു മനസ്സ് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിനെ അങ്ങ് സുഖപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞങ്ങൾ ചെയ്തു പോവുകയാണ് എങ്കിൽ അത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. നന്മ ചെയ്യാൻ, നന്മയിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. ഈ വചനം കേൾക്കുന്ന സകല മക്കളും സകല തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.